എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ബീഫ് വരട്ടിയത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ചെറുതാക്കി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് ഇട്ടെടുക്കുന്നത്. ഇനി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് എരിവിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്. അതും കൂടി ഒരു ഏകദേശം 20ഓളം ചെറിയ ഉള്ളി ഉണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാൻ 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫ് മസാലയാണ്. അപ്പോൾ ബീഫ് മസാല നിങ്ങൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇതിലേക്ക് മസ്റ്റാണ്. അപ്പോൾ നിർബന്ധമായിട്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ 2 ടീസ്പൂൺ ഇതിലേക്ക് പാകമാണ്. പിന്നെ നമ്മൾ മുളക് പൊടിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാകും. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളം ചേർത്ത് വെക്കണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. നമ്മൾ സവാള ഒക്കെ ഇട്ടെടുത്തുകൊണ്ട് അതിനൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാകും. നമ്മൾ ബീഫ് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. വെള്ളമൊന്നുമില്ലാതെ റോസ്റ്റ് ആക്കിയിട്ടല്ല. അപ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം കിട്ടാൻ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൽ ആ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിലുമാണ്. അപ്പോൾ ഇത് കുക്കറിനനുസരിച്ച് വേവിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവി പോയതിന് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ശേഷം ഞാനൊരു 8ഓളം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതേപോലെ ബ്രൗൺ കളറായി വന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കുക്കറിൽ നിന്നും ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്